ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള വഴിയിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വിദ്യാർത്ഥികളുടെ വിസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാർ സജീവമായി ഇടപെടുന്നുമുണ്ട്. വിദേശകാര്യ മന്ത്രാലയം 2 പ്രധാന അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് US വിസ നിയമങ്ങൾ കർശനമാക്കിയത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് ഈ അറിയിപ്പുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അപേക്ഷകരെ കൂടുതൽ കർശനമായി പരിശോധിക്കുന്നത് വിസ ലഭ്യതയെ സാരമായി ബാധിച്ചു. ഇതിനിടെ ഒരു അമേരിക്കൻ റിപ്പോർട്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് എന്ന നിലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രാധാന്യം എടുത്തു പറയുന്നുമുണ്ട്. നോർത്ത് കരോലിനയിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന 7000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. US വിസ ലഭിക്കാനുള്ള കാലതാമസവും പല അപ്പോയിൻമെൻറ്റുകളും റദ്ദാക്കുന്നതും ഇവരുടെ പഠനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന പുതിയ കർശനമായ നിയമങ്ങളാണ് ഈ ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരുന്നതിൽ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. 2024 കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇത് മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ 29% വരും. ചൈനീസ് വിദ്യാർത്ഥികളെ പോലും പിന്നിലാക്കി ഇന്ത്യ ഒന്നാമതെത്തി. ഏകദേശം 3,31,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് 2024 അമേരിക്കയിൽ പഠനം നടത്തുന്നത്. അമേരിക്കൻ സർവകലാശാലകളിൽ സെമസ്റ്റർ ആരംഭിക്കാൻ 1 മാസം മാത്രം ശേഷിക്കെയാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കാൻ വലിയ തിടുക്കമുണ്ട്. എന്നാൽ വിസ ലഭിക്കാനുള്ള ഈ കാലതാമസം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ വൈകുന്നതിനെക്കുറിച്ച് US നിയമനിർമ്മാതാക്കൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് കത്തയച്ചിരുന്നു. US കോൺഗ്രസിലെ 14 ഡെമോക്രാറ്റുകളും ഒരു റിപ്പബ്ലിക്കനും ചേർന്ന് ജൂലൈ 24-നാണ് ഈ കത്തെഴുതിയത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കാൻ വൈകുന്നതിലുള്ള തങ്ങളുടെ ആശങ്ക അവർ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ സർവകലാശാല ഫീസായി ഏകദേശം $9 ബില്യൺ നൽകുന്നുണ്ടെന്നും ഇത് അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഈ മിടുക്കരായ വിദ്യാർത്ഥികൾ ശാസ്ത്രീയ ഗവേഷണ രംഗത്തും വലിയ സംഭാവന നൽകുന്നുണ്ട്. ഇത് അമേരിക്കയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നും കത്തിൽ പറയുന്നു. ഓഗസ്റ്റ് 8-നകം റൂബിയോ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവർ റൂബിയോട് ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇവയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവർക്ക് അടുത്ത സെമസ്റ്ററിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? വിസ ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കാനും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വിസ ലഭിക്കാനുള്ള അവസരം ഒരുക്കാനും എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? വിദ്യാർത്ഥികളുടെ വിസ പ്രശ്നത്തിൽ ഇന്ത്യൻ സർക്കാർ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ന്യൂഡൽഹിയിലെ US എംബസിയുടെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ ട്രംപ് സർക്കാർ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടുതൽ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി വിസ ഇന്റർവ്യൂകൾ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ജൂലൈ 24-ന് US എംബസി ഓഗസ്റ്റ് അവസാനത്തോടെ കുറഞ്ഞ എണ്ണം വിസകൾ നൽകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ പരിശോധനകൾ കൂട്ടിയതുകൊണ്ട് വിസ നൽകാനുള്ള ശേഷി കുറഞ്ഞെന്നും അധികൃതർ സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ US എംബസിയും കോൺസുലേറ്റുകളും എത്ര വിസകൾ നൽകി എന്നതിനെക്കുറിച്ചുള്ള കണക്കുകളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. 2022-23 കാലയളവിൽ 1,43,811 വിസകൾ നൽകിയപ്പോൾ 2021-22 ഇത് 1,26,431 ആയിരുന്നു. എന്നാൽ 2023-24 വിസ നൽകുന്നതിൽ കുറവ് സംഭവിച്ചു. ഈ വർഷം 99,169 വിസകളാണ് നൽകിയത്. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിലെ, അതായത് 2024 ഒക്ടോബർ മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം വിസ നൽകുന്നതിന്റെ എണ്ണം 43.5% കുറഞ്ഞിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.